ഹലോ ഷുട്ടുമണികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വന്ന ഒരു ബാഡ് എക്സ്പീരിയൻസിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ്. സോ ആസ് പെർ യു നോ, ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് മൂവീസിലോട്ടും സീരിയൽസിലോട്ടും ഒക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മോഡലിംഗ് ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചെയ്യുമ്പോൾ, അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന്. അപ്പോൾ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ആദ്യം നിങ്ങൾ കണ്ടിട്ട് വാ. ഓ ഇതാണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനകത്തില്ലേ, ഞാൻ ആക്ച്വലി തന്നെ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട് കാര്യം. ഇതിൻ്റെ കുറച്ച് ഈ ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയാലോ, ഇത്ര വലിയ ഷൂട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിങ് സമയത്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കുറച്ച് ഈ ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയാലോ, ഇത്ര വലിയ വലിയ ഷൂട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കയറി വരും ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്കിതാണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാഷന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണമെന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അഭിനയിക്കണം എന്നുള്ളത്. അതിനൊക്കെ വേണ്ടി ഞാൻ ഇത് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഡിലീറ്റ് ആക്കിയിട്ട് പോകണം, അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. എങ്ങനെ ഒരു ഡിപ്രഷനിലോട്ടൊന്നും വരത്തില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു അക്കൗണ്ടിന് റിപ്ലൈ കൊടുക്കാൻ തന്നെ നമ്മൾ മോഡൽസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് DMs വരും. അപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട് എല്ലാം നോക്കിയിട്ടാണ് റിപ്ലൈ കൊടുക്കാറ്. ആ പ്രൊഫൈലിൽ ഫോട്ടോ ഉണ്ട്, അയാളുടെ ഫോട്ടോ ഉണ്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല, അയാളുടെ ഫോട്ടോ ഉണ്ട്, അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് റിപ്ലൈ കൊടുത്തു. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഇതേപോലെ ഒരു വലിയ ജ്വല്ലറിയുടെ ആഡ് ഷൂട്ടിനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ആഡ് ഷൂട്ട് അല്ലേ, എനിക്ക് ഈ ജ്വല്ലറിയുടെ ആഡ് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫ്ലെക്സിൽ വരണം എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമാണ്. ജ്വല്ലറി ആയാലും എന്തിൻ്റെ ആയാലും ഒരു ഷൂട്ട്, പ്രിന്റ് ഷൂട്ട് അല്ല ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഒരു മോഡലായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയടുത്ത് പറയുകയും ചെയ്യും, വലിയ ജ്വല്ലറി പരസ്യമൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എക്സൈറ്റഡ് ആയി ജ്വല്ലറിയുടെ. പക്ഷെ എനിക്കറിയാം അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഏജ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏജ് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് എല്ലാ ഗേൾസിൻ്റെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങളുടെ ബോഡി ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമുക്ക് അവസരം ചിലപ്പോൾ കിട്ടിയില്ലെന്നായിരിക്കാം, പക്ഷേ അതിന് നമ്മളുടെ ബോഡി നമുക്ക് എന്താ പറയുക, അതങ്ങനെ കൊടുക്കാനുള്ള ഒരു സംഭവമല്ല അവസരങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ എനിക്ക് വലുതായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയില്ലെന്ന് വിചാരിച്ചു, ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ അതിൽ അഭിനയിച്ചിരിക്കും. അഭിനയിക്കാനുള്ളത് പല വഴിയുണ്ടല്ലോ, അതിന് ഈ ഒരു വഴി മാത്രമല്ല. എനിക്ക് പറഞ്ഞപ്പോൾ പറയുന്നതാണ്, എനിക്ക് ഒത്തിരി വരാറുണ്ട്, എനിക്കിത് മാത്രമേ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്തോന്നും 18 വയസ്സാകുമ്പോൾ റെഡി ആയിക്കോളൂ, ഓക്കെ ആയിക്കോളും, വന്നോളും, അങ്ങനെയൊക്കെ. ആക്ച്വലി അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങളതൊക്കെ ആലോചിക്കണം. നിങ്ങളുടെ ഫാമിലിയെ പറ്റി ആയാലും, അമ്മ വരുമോ കൂടെ? എൻ്റെ അമ്മ വരും. എനിക്കിനി 30 വയസ്സായാലും എൻ്റെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ഞാൻ കൂടെ കൊണ്ടുപോകാൻ റെഡിയാണ്. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തരാൻ, കുഴപ്പമില്ല. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ പറയുന്നതാണ്, എനിക്ക് ഇങ്ങനെ അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. എൻ്റെ കഴിവ് കണ്ടിട്ട് എനിക്ക് വരാണെങ്കിൽ ഞാൻ അഭിനയിച്ചിരിക്കും എന്നും പറഞ്ഞ് എൻ്റെ ഒരു ഈ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ഗേൾസും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചേച്ചിയായാലും അനിയത്തിയായാലും ആരായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കുന്ന ഗേൾസ് കാണും. ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഇനി അവസരം കിട്ടാതെ പോയാലോ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ ജ്വല്ലറിയിൽ ഷൂട്ടിൽ അത്രയ്ക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ജ്വല്ലറി ഇട്ടിട്ട് ഞാൻ വേണമെങ്കിൽ സ്വന്തമായിട്ട് അതിലാക്കും. നമുക്ക് ഒരുപാട് ജോലികൾ വേറെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്തിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഒറ്റ വഴി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഒരു അനിയത്തിയായിട്ടോ ചേച്ചിയായിട്ടോ നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ എനിക്കിത് കേൾക്കുമ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെയാണോ വന്നത്? കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ കോളാബ് ഷൂട്ട് പോലെയല്ല, പെയ്ഡ് ഷൂട്ടിന് അങ്ങനെ ചെയ്യേണ്ടി വരും വലിയ വലിയ ഷൂട്ടുകൾക്ക്. അപ്പോൾ ഈ വലിയ വലിയ ഷൂട്ടുകൾ ചെയ്യുന്ന നടിമാരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നതാണോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് എൻ്റെ പ്രായത്തിൽ വച്ചിട്ടാണ് ഞാൻ എൻ്റെ ഏജ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയം വിഷമം വരും. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ ഒരിടത്തും റെഡി ആവില്ല. കാരണം ഞാൻ കൊടുക്കുന്ന എൻ്റെ സെൽഫ് വാല്യൂ, എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്ന സെൽഫ് വാല്യൂ ഒക്കെ വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയല്ല. ഇങ്ങനെ പോകുന്നതെന്നും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആവണം എന്നില്ല. ഇങ്ങനെ പോകുന്നവർ, ഇപ്പം വേറെ ജോലി ചെയ്യുന്നവരും മോശം രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ മോഡലിംഗ് ചെയ്തു, ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്, അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. ഒരു ആണ് വീട്ടിൽ ഡ്രസ്സ് ഷർട്ടില്ലാതെ നടക്കുന്നെന്നും പറഞ്ഞ് അയാളിങ്ങനെ ആവും. സോ ജസ്റ്റ് തിങ്ക്. നിങ്ങൾ ഒരാളോട് ഇങ്ങനെ, ആരായാലും ഈ ഒരു കാസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഡയറക്ടറോ മാനേജറോ എന്തോ ആവട്ടെ, ഒരാളോട് ചോദിക്കുന്നതിന് മുൻപേ
ജസ്റ്റ് തിങ്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത്? ഒരു ഗേളിൻ്റെ കൂടെ കിടന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളതെന്ന് ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദിറ്റ് ഈസ് വെരി ബാഡ്. ഓക്കെ ഗൈസ്, ഈ ഒരു കാര്യം എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഒരാളും ഇങ്ങനെ ട്രാപ്പിൽ വീഴരുത്. നമുക്കിനി അവസരങ്ങൾ വരും, ചിലപ്പോൾ വരാതെ ഇരിക്കാം. പക്ഷേ നമ്മളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മറക്കരുതെന്ന് ഞാൻ വീണ്ടും മെസ്സേജ് പറയുന്നു. ബൈ.